കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. ദില്ലിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത് ദില്ലിയിലാണ്. സംസ്ഥാനത്ത് നിന്ന് നേതാക്കൾ ദില്ലിയിൽ പോകും, സംസാരിക്കും, തിരിച്ചു വരും. ആദ്യഘട്ട പട്ടിക തയ്യാറായി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. സമാന്തരമായി കോൺഗ്രസിൽ മറ്റൊരു ചർച്ച കൂടി നടക്കുന്നുണ്ട്. ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന്. കേരളത്തിലെ വിവിധ ചാനലുകൾ നടത്തിയ സർവേ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. UDFിൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന ചോദ്യത്തിന് രണ്ട് പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത്. ഒന്ന് രമേശ് ചെന്നിത്തല, രണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കഴിഞ്ഞ ദിവസം VD സതീശൻ നയിച്ച പുതുയുഗ യാത്ര തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. വൻ ജനാവലിയാണ് പുത്തരിക്കണ്ടം മൈതാനത്തിൽ എത്തിയത്. ജാഥയുടെ സമാപനത്തിൽ രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. യോഗത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ വിവിധ നേതാക്കളുടെ പേരുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കാണ് ഏറ്റവും വലിയ കയ്യടി ലഭിക്കുന്നത് എന്നത് നാം കണ്ടതാണ്. സ്വാഗതം പറയുന്ന ഘട്ടത്തിൽ അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ പേര് എവിടെ പരാമർശിക്കുന്നോ അവിടെയൊക്കെ കയ്യടി ലഭിച്ചുകൊണ്ടിരുന്നു എന്നതാണ് ദൃശ്യങ്ങൾ നമ്മോട് പറയുന്നത്. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നമ്മുടെ എല്ലാം ഓമനയായ രമേശ് ചെന്നിത്തലയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനനായ ശ്രീ രമേശ് ചെന്നിത്തല, യോഗത്തിന്റെ അധ്യക്ഷൻ, പ്രിയങ്കരനായ ഈ ജാഥയുടെ നായകൻ ശ്രീ VD സതീശൻ, ജനാധിപത്യ ഭാരതത്തിന്റെ പ്രിയങ്കരനായ നേതാവ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിജി. ഇപ്പോഴിതാ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി മറ്റൊരു സർവേ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ TVയുടെ സർവേ റിപ്പോർട്ടാണ്. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? അടുത്ത മുഖ്യമന്ത്രി ആരാകണം? ഇതാണ് റിപ്പോർട്ടർ TVയുടെ ചോദ്യം. ആ ചോദ്യത്തിന് UDFിൽ 4 പേരുകളാണ് പരിഗണിച്ചത്. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, ശശി തരൂർ. KC വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കുമെന്നും മുഖ്യമന്ത്രിയാകുമെന്നുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒന്നാം ഘട്ടത്തിലാകുന്നില്ല, രണ്ടാം ഘട്ടത്തിൽ മാത്രമേ മുഖ്യമന്ത്രിയാകുന്നുള്ളൂ KC വേണുഗോപാൽ തുടങ്ങിയ ചർച്ചകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാലിൻ്റെ പേര് മുഖ്യമന്ത്രി ആരാകണം, അടുത്ത മുഖ്യമന്ത്രി UDFിൽ നിന്ന് ആരാകണം എന്ന് വരുമ്പോൾ പരിഗണനയ്ക്ക് വരുന്നത്. ശശി തരൂരിൻ്റെ പേരും പരിഗണിക്കുന്നുണ്ട്. ശശി തരൂർ കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഒരിക്കലുമാകില്ല എന്നത് ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും മുതിർന്ന നേതാവ് എന്ന രൂപത്തിലാണ് ശശി തരൂരിൻ്റെ പേരും കൂടി പരിഗണിക്കുന്നത്. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, ശശി തരൂർ. റിപ്പോർട്ടർ TVയുടെ സർവേ റിപ്പോർട്ട് പ്രകാരം രമേശ് ചെന്നിത്തലയാണ് ഒന്നാം സ്ഥാനത്ത്. രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 17.34% പേരുടെ പിന്തുണയാണ്. 17.34% പേരുടെ പിന്തുണ. തൊട്ടടുത്ത് തന്നെ VD സതീശനുമുണ്ട്. VD സതീശന് ലഭിച്ചിരിക്കുന്നത് 17.18% പേരുടെ പിന്തുണയാണ്. പ്രതിപക്ഷ നേതാവിനേക്കാളും മുൻ പ്രതിപക്ഷ നേതാവിനാണ് കേരളത്തിൽ സ്വീകാര്യതയുള്ളത് എന്നാണ് ഈ സർവേ ഫലം നമ്മോട് പറയുന്നത്. KC വേണുഗോപാൽ ഏറെ താഴെയാണ്. കേവലം 7.21% മാത്രമാണ് KC വേണുഗോപാലിന് ലഭിച്ചത്. ശശി തരൂരിനാകട്ടെ 2.07% വോട്ട് ജനങ്ങളുടെ പിന്തുണ, സർവേയിൽ പങ്കെടുത്തവരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. 2.07%. ഒന്നാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തല 17.34%. രണ്ടാം സ്ഥാനത്ത് VD സതീശൻ 17.18%. നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നേരിയ വ്യത്യാസം, പക്ഷേ കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അടുത്ത മുഖ്യമന്ത്രി ഞാൻ തന്നെയാണ് എന്ന നിലയിലാണ് VD സതീശൻ്റെ പ്രവർത്തനം. അപ്പോഴാണ് രമേശ് ചെന്നിത്തല ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരുന്നത്. അത് വലിയ ചർച്ചയായി കോൺഗ്രസിനകത്ത് മാറിയിട്ടുണ്ട്. ആരാകും അടുത്ത UDFിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം രമേശ് ചെന്നിത്തലയിലേക്ക് പോകുന്നു എന്നതാണ് ഈ സർവേ റിപ്പോർട്ട് നമ്മോട് പറയുന്നത്. KC വേണുഗോപാൽ 7.21% പേരുടെ പിന്തുണയുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ KC വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. KC വേണുഗോപാൽ മത്സരിച്ചാൽ മറ്റ് MP മാരും മത്സരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരും. അത്
കോൺഗ്രസിനകത്ത് കൂട്ടക്കുഴപ്പത്തിന് കാരണമാകും എന്നതിൽ സംശയമില്ല. കണ്ണൂരിൽ ഇതിനകം തന്നെ കെ സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. അത് കോൺഗ്രസിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. കെ സുധാകരനെതിരെ സണ്ണി ജോസഫ്, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ രംഗത്ത് വന്നിട്ടുണ്ട്. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം, സ്വയം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിത്വം മറ്റ് MP-മാർക്ക് ആവേശമായിരുന്നു. അങ്ങനെയെങ്കിലും MP-മാർ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുമോ എന്നറിയാൻ. കാരണം കെ സുധാകരൻ, അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ, MK രാഘവൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങി പ്രധാനപ്പെട്ട MP-മാർ, കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഹൈക്കമാൻഡിൽ നല്ല സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത് ആരും മത്സരിക്കേണ്ട, MP-മാർ മത്സരിക്കേണ്ട എന്ന്. അതുകൊണ്ട് KC വേണുഗോപാലിനും മത്സരിക്കാനുള്ള സാധ്യത അടഞ്ഞിരിക്കുന്നു. അദ്ദേഹം തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി 2 പേർ മാത്രമാണ് അവശേഷിക്കുന്നത്, രമേശ് ചെന്നിത്തലയും VD സതീശനും. അതിൽ ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. ഇപ്പോഴത്തെ സർവേ പ്രകാരം 1-ാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പുത്തരിക്കണ്ടം മൈതാനിയിൽ കോൺഗ്രസ് പ്രവർത്തകർ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ കയ്യടി, റിപ്പോർട്ടർ TVയുടെ ഈ സർവേ റിപ്പോർട്ട് എന്നിവയെല്ലാം കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്ന കാര്യത്തിൽ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്.